എല്ലാവർക്കും നമസ്കാരം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ മുട്ട. മുട്ട കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് ബുൾസൈ ഉണ്ടാക്കും, അതുപോലെ പൊരിച്ചും പുഴുങ്ങിയും കറി വെച്ചൊക്കെ കഴിക്കാറുണ്ട്. മാത്രമല്ല കേട്ടോ, നമ്മൾ മുട്ട കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് മുട്ട. രക്തത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള റിച്ച് ന്യൂട്രിയൻറ്റ് ഫുഡാണ് മുട്ട. പിന്നെ നമ്മൾ സാധാരണയായിട്ട് മുട്ട ഉപയോഗിക്കാറുള്ളത് എന്തിനാന്ന് വെച്ചാൽ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഇടാനും, അതുപോലെ തന്നെ തലയിൽ താരം പോകാനും, അതുപോലെ മുടി നല്ല ഹെൽത്തായിട്ട് വളരാനുമായിട്ടാണ്. എന്നാൽ മുട്ട വേറെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കി കഴിച്ചാൽ രക്തവർദ്ധനവിനും ബുദ്ധിവികാസത്തിനും കാഴ്ചശക്തി കൂടാനും ഹൃദയപ്രസാദം കൂടാനും ഞരമ്പുകൾക്ക് ഉത്തേജനവും ശക്തിയും നൽകിയിട്ട് നല്ല ചുറുചുറുക്കോടെ ഇരിക്കാനും സാധിക്കും. അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ വ്യത്യസ്തമായ 2 ഹെൽത്ത് ടോണിക്കുകൾ തയ്യാറാക്കി കഴിക്കണം. അപ്പോൾ ആ ടോണിക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ സാധിക്കണമെന്നാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, എന്നാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ആവശ്യം. മുട്ടയ്ക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വെള്ളം മാത്രമായിട്ട് കിട്ടും. പിന്നെ അത് കഴിയാൻ നേരത്ത് നമ്മൾ ബാക്കിലോട്ട് എടുക്കുക, പിന്നെ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് കിട്ടും, മഞ്ഞ ഒരിക്കലും പെടില്ല. അപ്പോൾ നമുക്കിതിനായിട്ട് മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ല, വെള്ളം മാത്രമാണ് ആവശ്യം. അപ്പോൾ നമ്മളത് വളരെ പെട്ടെന്ന് തന്നെ മുട്ടയുടെ വെള്ളയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. അതായത് നന്നായിട്ട് പതഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മുടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുകയാണ്. നന്നായി പതഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് 10 ഔൺസ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഈ തിളപ്പിക്കണ വെള്ളത്തിൽ 4 മണി നല്ല ജീരകം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒഴിക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് കൂടുതലാണ്. അതായത് അല്ലെങ്കിലും ഇത് നമ്മൾക്ക് കുടിക്കുന്ന സമയത്ത് മുട്ടയുടെ മണമൊന്നും വരില്ല, മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ജീരകവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ജീരകാരിഷ്ടമൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും. മാത്രമല്ല കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ വളരെ ടേസ്റ്റാണിത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കാലത്ത് നേരം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ പോണത് ഒരു ഫുൾ മുട്ട എടുത്തിട്ടുള്ള ഒരു ടോണിക്കാണ്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. പക്ഷേ എന്നാലും ഇത് പ്രത്യേകിച്ച് കഴിക്കേണ്ടത് അസുഖം വന്നിട്ടുള്ളവർ, അതുപോലെ ക്ഷീണിച്ചിരിക്കുന്നവർ, ബലമില്ലാത്തവർ, അങ്ങനെ ഒത്തിരി ആരോഗ്യപരമായിട്ട് വീക്കായിട്ടിരിക്കുന്ന ഒരു വയസ്സായവർക്കും അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരു ടോണിക്കാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഒരു ഫുൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. അപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി ഇതിൽ പതപ്പിച്ചതിന് ശേഷം നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞു. ഇതുപോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 10 ഔൺസ് തിളപ്പിച്ചാറിയ പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പാൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 15 മില്ലി ദ്രാക്ഷാരിഷ്ടം ചേർക്കണം. ഇതിൽ 15 മില്ലി ദ്രാക്ഷാരിഷ്ടം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യാനുസരണം പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ മുട്ടയുടെ ടേസ്റ്റ് ഒന്നുമില്ലാതെ അരിഷ്ടത്തിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. നമുക്ക് രക്തവർദ്ധനവിനും കാഴ്ചശക്തി കൂടാനും ഞരമ്പുകൾക്ക് ഉത്തേജനവും ശക്തിയും നല്ല ചുറുചുറുക്കും ഉഷാറോടെ ഇരിക്കാനും, അതുപോലെ തന്നെ ഹൃദയപ്രസാദം ഉണ്ടാകാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ 2 ടോണിക്കുകളും വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ഒത്തിരി നല്ലതാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാലത്ത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇത് ഒത്തിരി നല്ലൊരു റിസൾട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.